ഹായ്, സഹദേവ് മാഷാണേ. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് നമുക്കൊരു അടിപൊളി സെറ്റ് ഉണ്ടാക്കിയാലോ? ക്യൂബുകളാണ്. 8 ക്യൂബുകൾ, ഒരേപോലുള്ള 8 ക്യൂബുകൾ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു പഠനോപകരണമാണ്. ടീച്ചേഴ്സിനും അതുപോലെ രക്ഷിതാക്കൾക്കും അതുപോലെ UP ഹൈസ്കൂൾ തലത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വരുന്ന ആശയങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. 8 ക്യൂബുകളും ഒരേപോലെയുള്ളതാണ്. ഇത് 5 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള സമചതുര കട്ടകളാണ് 8 എണ്ണവും. അപ്പോൾ നോക്ക്, 4 എണ്ണം അതുപോലെ ഒരേപോലെ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലാദ്യം പറയുന്ന ആശയം പരപ്പളവ്, ഏരിയയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ആ റോസ് നിറത്ത് കാണുന്നത് 5 × 5, 5 × 5, 5 സെൻറ്റിമീറ്റർ × 5 സെൻറ്റിമീറ്ററാണ് ആ പരപ്പളവ്. അപ്പോൾ ആ സമചതുരത്തിൻ്റെ വശങ്ങൾ നമ്മൾ ഇരട്ടിയാക്കുകയാണ്. ഇപ്പം നീളം ഇരട്ടിയായി. അതുപോലെ ഇനി വീതിയും ഇരട്ടിയാക്കണം. വീതി ഇരട്ടിയാവണമെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലും കൂടെ ആ സമചതുരം വെച്ചാലേ ഇപ്പോൾ നേരത്തെയുള്ള 5 സെൻറ്റിമീറ്ററിന് പകരം 5ൻ്റെ ഇരട്ടി 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരമായി. അങ്ങനെ വരുമ്പോൾ അവിടെ ഏരിയക്ക് ഉണ്ടാകുന്ന, പരപ്പളവിനുണ്ടാകുന്ന വ്യത്യാസം നോക്ക്. 1ന് പകരം 4 എന്ന് വെച്ചാൽ ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ ഇരട്ടിയാവുമ്പോൾ പരപ്പളവ് 4 മടങ്ങായി തീരുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് അതതിൻ്റെ 2D എഫക്റ്റാണ്. ഇനി 3D എഫക്റ്റ് ഒന്ന് നോക്കാം. ഒരു ക്യൂബ്. അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 വശം, വീതി, ഉയരം 5 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ക്യൂബിൽ വെക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നീളവും വീതിയും ഉയരവും ഇരട്ടിയാവുമ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ 1, അതിനോട് ചേർത്ത് രണ്ടാമത്തെ 3, 4 എണ്ണം ചേർത്ത് ഒരു സമചതുരം, നേരത്തെ പോലുള്ള ആ 4 ക്യൂബ് കൊണ്ട് സമചതുരമായി കഴിഞ്ഞ്. അപ്പോൾ നീളത്തിലും വീതിയിലും ഇരട്ടിയായെങ്കിലും ഉയരത്തിൽ ഇരട്ടിയായിട്ടില്ല. ഉയരം ഇരട്ടിയായിട്ടില്ലല്ലോ, നീളവും വീതി ഇപ്പോൾ ഇരട്ടിയായി കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉയരവും കൂടെ ഇരട്ടിയാക്കിയാൽ എത്ര എണ്ണമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ 4 എണ്ണം നമ്മൾ അടിയിൽ വെച്ച് കഴിഞ്ഞ്. ഇപ്പോൾ 4ഉം 2ഉം 6, 6ഉം 1 7, 7ഉം 1 8 എന്ന് വെച്ചാൽ ഒരു സമചതുര കട്ട അതിൻ്റെ, അതായത് ക്യൂബ്, അതിൻ്റെ വശങ്ങൾ ഇരട്ടിയാവുമ്പോൾ അതിൻ്റെ വ്യാപ്തം, വോളിയം 8 മടങ്ങായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്നത്. അത്തരത്തിലുള്ള 8 ക്യൂബുകൾ ചേർത്ത് വെച്ചാലാണ് നമുക്ക് ആ വലിയ, അതായത് വശങ്ങൾ ഇരട്ടിയായിട്ടുള്ള, നീളവും വീതിയും ഉയരവും ഇരട്ടിയായിട്ടുള്ള. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട 5 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുര കട്ടയാണ് 5 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുന്നതോ 5ന് പകരം 10. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള സമചതുര കട്ടയാവുമ്പോൾ അത് ആ വോളിയത്തിന് വരുന്ന വ്യത്യാസം 8 മടങ്ങാണ്. ഒരു സമചതുരക്കട്ടയുടെ വശങ്ങൾ ഇരട്ടിയാവുമ്പോൾ വോളിയം 8 മടങ്ങായി വർദ്ധിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത കളർ ഷീറ്റ് പേപ്പർ. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ വീതിയുള്ള 6 വ്യത്യസ്ത കഷ്ണങ്ങളാണ്, 6 വ്യത്യസ്ത നിറങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാർഡ് ഷീറ്റാണ്, A4 പേപ്പറല്ല, കുറച്ച് കട്ടിയുള്ള കാർഡ് ഷീറ്റാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീതി 5 സെൻറ്റിമീറ്ററാണ്. ഇനി നോക്ക്, അത് ചേർത്തൊട്ടിക്കുകയാണ്. സെലോ ടേപ്പ് ഉപയോഗിച്ച് ചെറിയൊരു ഗ്യാപ്പ് വെച്ചുകൊണ്ട്, അതായത് 1 മില്ലിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഈ രൂപത്തിൽ മടങ്ങണം. ശരിക്കും ചേർത്തൊട്ടിക്കുന്നതാണെങ്കിൽ അങ്ങനെ മടങ്ങിക്കിട്ടൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3ാമത്തെ ഷീറ്റും ചേർത്തൊട്ടിക്കുകയാണ്. 3 വ്യത്യസ്ത കളർ. ഇനി 4ാമത് മറ്റൊരു കളർ, 4ാമത്തെ കളറും ചേർത്തൊട്ടിക്കുകയാണ്. അപ്പോൾ 4 സ്ട്രിപ്പ്, എല്ലാം 5 സെൻറ്റിമീറ്റർ, കൃത്യം 5 സെൻറ്റിമീറ്റർ, ലെവലേശം വ്യത്യാസം ഉണ്ടാവരുത്. 5 സെൻറ്റിമീറ്റർ
വീതിയുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ഇനി അത് ചേർത്ത് നാലാമത്തെ ഒട്ടിക്കൽ നോക്ക്, ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. യെസ്. അപ്പോൾ നമ്മൾ അളവ് റെഡിയാണെങ്കിൽ വളരെ കൃത്യമായി അതിന് നേരെ ഈ രൂപത്തിൽ നിൽക്കും. ഇതിപ്പോൾ ഒരു സ്ക്വയർ പൈപ്പ് പോലെ ആയിട്ടുണ്ട് കണ്ടോ, സ്ക്വയർ പൈപ്പ് പോലെ 4 സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം ഒരു സ്ക്വയർ പൈപ്പ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ വക്ക് ഒന്ന് ക്ലിയർ ആക്കുകയാണ്, ഒരു ചെറിയ കഷ്ണം മുറിച്ച് മാറ്റിയിട്ട് അത് ക്ലിയർ ആക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവിടുന്ന് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അങ്ങേയറ്റത്ത് 5 ഉണ്ടാവില്ല, അതുകൊണ്ട് 0, 5, 10, 15, 20ാമത്തേലാണ് നമ്മൾ താഴെ വെച്ചിരിക്കുന്നത്. യെസ്. ഇവിടെയും അതുപോലെ ആ അറ്റത്തു നിന്നാണ് തുടങ്ങേണ്ടത്. അറ്റത്ത് 0 വെച്ച് 5, 10, 15, 20, അപ്പം 4 പോയിൻ്റ് ഇട്ട്. ഇനി ആ പോയിൻ്റുകൾ ചേർത്ത് മുറിക്കണം. ഇപ്പോൾ മെറ്റൽ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ കൃത്യമായ ആ പോയിൻ്റിലൂടെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അതും ഒരു സ്ക്വയർ പൈപ്പ് പോലെ അതിൻ്റെ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ കിട്ടും. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടേപ്പ് 3/4 ഇഞ്ച് സെലോ ടേപ്പാണ്. 3/4 ഇഞ്ച് സെലോ ടേപ്പ് മെറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ മുറിക്കാൻ ശ്രമിക്കുക. യെസ്. അപ്പോൾ ഇതും എടുത്തു നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഒരു സമചതുരക്കട്ടയുടെ 4 വശങ്ങൾ, 4 ചുമരുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി താഴെയും മേലെയും വെക്കേണ്ടതുണ്ട്. നോക്ക്, അതേപോലുള്ള സ്ട്രിപ്പിൻ്റെ ഒരറ്റത്ത്, അതായത് പകുതി അകത്തും പകുതി പുറത്തുമായിട്ടാണ് ഇപ്പം ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. പകുതി 2 വശത്തും മേലെയും താഴെയായിട്ട് ഓരോ പകുതിയുണ്ട്. ഇനി ഇവിടെയും നമ്മൾ അളക്കണം. 5 സെൻറ്റിമീറ്റർ കണക്കാക്കി തന്നെ സമചതുരം പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്, താഴെയും മേലെയും. യെസ്. ഇനി ആ പോയിൻ്റിലൂടെ മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ സെലോ ടേപ്പ് ഉൾപ്പെടെയാണ് മുറിയുക. നമ്മൾ പുറത്തേക്ക് മേലെയും താഴെയായിട്ട് കുറച്ച് ഭാഗം സെലോ ടേപ്പ് ഉണ്ട്, ആ സെലോ ടേപ്പ് ഉൾപ്പെടെയാണ് മുറിയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കഷ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 അറ്റത്തും സെലോ ടേപ്പിൻ്റെ ഭാഗം ഉണ്ടാവും, പശയുണ്ടാവും. യെസ്. ഇനി ഇങ്ങനെ പൊളിച്ച് എടുക്കുമ്പോൾ ആ സെലോ ടേപ്പ് അവിടെ നിന്ന് വരും. ഇനി നോക്ക്, ഈ അറ്റം കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അവിടെ ചേർന്ന് കൃത്യമായിട്ട് നിൽക്കും. ആ ഭാഗം അവിടെയും ഒട്ടിക്കുക. യെസ്. ഒന്ന് നന്നായിട്ട്. ഇനി മറ്റൊരു 6ാമത്തെ കളർ അവിടെ ബ്ലൂ ആണ് എടുക്കുന്നത്. അവിടെയും അറ്റത്ത് പശ വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 വ്യത്യസ്ത കളറ്. ഒരു ക്യൂബിന് 6 വശങ്ങളാണ്. ആ 6 വശത്തും 6 നിറങ്ങൾ, നല്ല വർണ്ണപ്പകിട്ടോടെ നമുക്കിങ്ങനെ ക്യൂബ് ഉണ്ടാക്കാം. യെസ്. ഇനി അതിൻ്റെ സെലോ ടേപ്പ് ഇല്ലാത്ത ഭാഗങ്ങളിൽ ഒന്ന് സ്ട്രെങ്ത് ചെയ്യേണ്ടതുണ്ട്. പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് ഒട്ടിച്ചതിന് ശേഷം മറുവശത്തേക്ക് കൃത്യമായിട്ട് മടക്കുക. യെസ്. അപ്പോൾ ടേപ്പ് 3/4 ഇഞ്ച് ടേപ്പാണ്, എങ്കിൽ മാത്രമേ നമുക്ക് മറുവശം ഇങ്ങനെ മടക്കി വെക്കാനാവൂ. അപ്പോൾ ടേപ്പ് ചുളിയാൻ പാടില്ല. ചുളിഞ്ഞു പോയാൽ അവിടെ അതിൻ്റെ ഭംഗി കുറക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 5 സെൻറ്റിമീറ്റർ അളവ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു സമചതുരക്കട്ട എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള സമചതുരക്കട്ടയാണ്, ക്യൂബാണ്. അപ്പോൾ ഇതേപോലുള്ള 8 എണ്ണമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള നല്ലൊരു ക്യൂബ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള 8 എണ്ണം ചേർത്ത് ഓരോ 4 എണ്ണവും താഴെയും മേലെയായിട്ട് വരും. അപ്പോൾ അത് വലിയൊരു ക്യൂബായി മാറി. അപ്പോൾ ഒന്നിച്ച് വരുമ്പോൾ അത് 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു ഞാനത് OHP ഫിലിം കൊണ്ട് ഒരു കവർ ഉണ്ടാക്കി അതിൽ ഫിറ്റ് ചെയ്തതാണ്. ഈസി ആയിട്ട് നമുക്കിങ്ങനെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.